കോങ്ങാട് മണ്ഡലത്തിൽ ഡീൽ, അതായത് BJP കോൺഗ്രസ് ഡീൽ എന്നൊരു ആരോപണം ഗോകുൽദാസ് കൊട്ടിക്കലാശത്തിൽ എന്ന് ഉന്നയിച്ചിരുന്നു. ഈ പാലക്കാട് ജില്ലയിൽ നിങ്ങളെല്ലാവരും മാധ്യമ പ്രവർത്തകരാണ്. ഈ തെരഞ്ഞെടുപ്പിനുണ്ടായ ട്രെൻഡ് എന്ന് പറയുന്നത് UDFന് അനുകൂലമാണ്. മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ അതിശയത്തിൻ്റെ ഒരു പാതയാണ്. UDFൻ്റെ സ്ഥാനാർത്ഥികൾക്കൊക്കെ വലിയ സ്വീകാര്യതയുണ്ടായി. അപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥികളോടൊപ്പം പ്രവർത്തനത്തിൻ്റെ ഒപ്പം പരിപാടികളിലും ആൾ കൂടുമ്പോൾ പരാജയ ഭീതി കൊണ്ട് എന്തൊക്കെയോ പിച്ചും പേയും ഓരോരുത്തർ പറഞ്ഞത് അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങൾ വോട്ട് ചെയ്താണ് ഇലക്ഷൻ്റെ വിധി വരിക. ഇത്തവണ പാലക്കാട് ജില്ലയിൽ വലിയൊരു മുന്നേറ്റം UDFൻ്റെ ഉണ്ടാകും. അപ്പം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ പാളയത്തിലെ പട, അഭിപ്രായ വ്യത്യാസം, വിട്ടു നിൽക്കുന്നവർ, മാറി നിൽക്കുന്നവർ, എതിർക്കുന്നവർ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക CPM-ൽ. അപ്പോൾ അതിൻ്റെ ഒരു ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു. അതൊന്നും ഞങ്ങൾ പ്രത്യേകം മുഖവിലക്കെടുക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ ജില്ലാ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ ദിവസം കോങ്ങാട് നിയോജകമണ്ഡലത്തിലും അതുപോലെ മലമ്പുഴ നിയോജകമണ്ഡലത്തിലുമൊക്കെ കോൺഗ്രസിൻ്റെയും BJPൻ്റെയും ബൂത്തിൽ ആളില്ല. അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുക. അതായത് കോൺഗ്രസിൻ്റെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥി മത്സരിച്ചിടത്തൊക്കെ അവിടെ ഡീലാണെന്ന് പറയുകയാണ്. യഥാർത്ഥ ഡീൽ എവിടെയാണെന്നുള്ളത് എല്ലാം മറനീക്കി പുറത്തു വന്നു. പാലക്കാട് ജില്ല 3 കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ജില്ലയാണ്. അവിടെ പാലക്കാട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മെമ്പർഷിപ്പില്ല പാർട്ടിയിൽ. കഴിഞ്ഞ തവണയും സ്ഥാനാർത്ഥിക്ക് മെമ്പർഷിപ്പില്ല. അതുകൊണ്ട് എന്താ ഫലം ചോദിച്ചാൽ 3ാം സ്ഥാനത്താണ്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് CPM പാലക്കാട് 3ാം സ്ഥാനത്താണ്. അപ്പോൾ ആ 3ാം സ്ഥാനത്ത് വരാനുള്ള കാരണം എന്താ അന്വേഷിക്കണ്ടേ? ഇവരാണ് BJPയെ വളർത്തി താലോലിച്ച് ഈ പാലക്കാട് ജില്ലയിൽ അവർക്ക് വളക്കൂറിട്ട് കൊടുത്തത്. അതുകൊണ്ട് എന്തായി? ആ പാർട്ടി 3ാം സ്ഥാനത്തായി. ഇവരെ സഹായിച്ചതിൻ്റെ പേരിൽ ജനങ്ങൾ ശിക്ഷിച്ചത് CPM-നെയാണ്. അപ്പോൾ ആ പാഠം ഉൾക്കൊള്ളാണ്ട് ഇപ്പോഴും പിച്ചും പേയും പറയുകയാണ് തെരഞ്ഞെടുപ്പിൽ. സ്വന്തം പാളയത്തിലെ പട അതൊതുക്കാൻ കഴിയാത്ത ആൾക്കാരാണ്. BJPക്ക് ബൂത്ത് കെട്ടാൻ ആളില്ല, കോൺഗ്രസ്സിന് ബൂത്ത് കെട്ടാൻ ആളില്ല, അവിടെ പ്രവർത്തകരില്ല എന്ന് പറയുന്നത്. ഞാൻ നേർസാക്ഷിയാണ്. കാരാകുറിച്ചി പഞ്ചായത്തിൽ പോയപ്പോൾ അവിടെ CPM-ൻ്റെ ബൂത്ത് കെട്ടാൻ ആളില്ല. ബൂത്തിൽ CPM-ൻ്റെ പ്രവർത്തകരില്ല. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. കാരാകുറിച്ചി പഞ്ചായത്ത് എടുത്തോ, നിരവധി പഞ്ചായത്തിൻ്റെ ഞാൻ നേരിട്ട് കണ്ടതാണ്. കാരാകുറിച്ചി പഞ്ചായത്തിൽ പോയപ്പോൾ അവിടെ CPM-ന് ബൂത്തിലേക്ക് ആളില്ല. അപ്പോൾ സ്വന്തം പാർട്ടിക്ക് ആളില്ലാത്തത് മറച്ചു വെച്ച് മറ്റ് പാർട്ടിക്കാരുടെ അവരുടെ ആളില്ലാത്ത പ്രയാസം അദ്ദേഹം പ്രകടിപ്പിക്കുക. എന്തൊരു സങ്കടം എന്നറിയോ BJPയുടെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിക്ക്, സംസ്ഥാന പ്രസിഡന്റ് BJPയുടെ രാജീവ് ചന്ദ്രശേഖരന് ഇല്ലാത്ത സങ്കടമാണ് പാലക്കാട് ജില്ലയിലെ CPM ജില്ലാ സെക്രട്ടറി പ്രകടിപ്പിക്കുന്നത്. BJPക്ക് ആളില്ല, കോൺഗ്രസ്സിന് ആളില്ല. എന്നാൽ BJPക്കും കോൺഗ്രസ്സിനും ആളുണ്ടാക്കി കൊടുക്കലാണോ CPM-ൻ്റെ പണി? സ്വന്തം പാളയത്തിലെ ചോർച്ച അരിപ്പ വെച്ചിട്ടും തടയാൻ കഴിയാത്ത അവസ്ഥയിൽ നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലൂടെ പോവുകയാണ് CPM. ഒരു കാര്യം പറയാം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും ശക്തമായി തിരിച്ചടി കിട്ടാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ CPM-നാണ്. സ്കോർ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ഞങ്ങളുടെ ഒരു കണക്ക് കൂട്ടൽ പറയാം, 12-ൽ 7 സീറ്റെങ്കിലും ചുരുങ്ങിയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF വിജയം. കോങ്ങാട് താങ്കളുടെ പത്നി മത്സരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഡീൽ നടത്തിയെന്നാണ് പ്രചാരണം. അതൊക്കെ നിങ്ങളുടെയൊക്കെ ചില ഭാഷ, അതിനൊന്നും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. ഒരു KPCC ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ പത്നിയാവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം അസംബ്ലിയിലും പാർലമെൻറ്റിലും മത്സരിച്ച, എന്നേക്കാൾ സീനിയറാണ് മത്സരത്തിൻ്റെ കാര്യത്തിൽ കോങ്ങാട് മത്സരിച്ച സ്ഥാനാർത്ഥി. അതൊക്കെ ഒരു എന്താ പറയുക, പരാജയം ഉറപ്പായപ്പോൾ എന്താ പറയാന്നറിയില്ല. ചിത്തഭ്രമം വന്നോന്നൊരു സംശയമുണ്ട് ചില ആളുകൾക്ക്. അവർക്ക് അവരുടെ ആളുകൾ ചോരുമ്പോൾ എന്ത് പറയണമെന്നറിയില്ല. ഒരു കാര്യം പറയാം, CPM-ലുണ്ടായിട്ടുള്ള ഈ കഴിഞ്ഞ കുറച്ച് വർഷത്തിന് അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി, അവരുടെ തമ്മിത്തല്ലും, ഇതെല്ലാം അണികളിൽ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അണികളിൽ പലയിടത്തും സജീവമല്ലായിരുന്നു. തിരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കി, മണ്ണാർക്കാടൊക്കെ എത്ര ബൂത്തിൽ CPM-ൻ്റെ ആളില്ല, ഒരു പ്രതിനിധി പോലും ഇല്ല. ആ രീതിയിലേക്ക് അധപ്പതിച്ചു ആ പാർട്ടി. അപ്പോൾ ഈ പാർട്ടിക്ക് ഏറ്റവും ശക്തമായി തിരിച്ചടി, പാർട്ടിക്ക് മാത്രമല്ല 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ, പിണറായിയുടെ സർക്കാരിന് ശക്തമായ പ്രഹരമേൽപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒട്ടും മോശമല്ല. BJPക്ക് ആളില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM-കാർക്ക് അറിയേണ്ട. ഈ BJPക്ക് ആൾ കുറയും. കാരണം ജനദ്രോഹ നയങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്, നരേന്ദ്രമോദി സർക്കാർ 100 ദിവസം ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി 60ആയി വെട്ടിക്കുറച്ചു. അതുപോലും നടക്കുമെന്നറിയില്ല.
പാവപ്പെട്ട ആളുകൾക്ക് ഒരു കുറ്റി ഗ്യാസ് കിട്ടാൻ എത്ര 1000 രൂപ കൊടുക്കണം നിങ്ങൾ ആലോചിക്കും. ഞങ്ങളുടെ സർക്കാരുള്ളപ്പോൾ 187 രൂപ അവർക്ക് സബ്സിഡി കൊടുത്തിരുന്നു. ആകെ 300 രൂപ ചിലവുണ്ടായിരുന്നു. ഇന്ന് 1000 രൂപയിലധികം കൊടുക്കണം അടുപ്പൊന്ന് പുകയണമെങ്കിൽ. നിത്യോപയോഗ സാധനങ്ങൾ, തൊഴിലില്ലായ്മ, ഇതിലെല്ലാം കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെയാണ്. അവ രണ്ട് സർക്കാരിനും, നരേന്ദ്രമോദി സർക്കാരിനും പിണറായി സർക്കാരിനും കനത്ത പ്രഹരം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടും. അപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കൂടുന്നതും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളൊപ്പം ആൾ കൂടുന്നതും അസൂയോടുകൂടി നോക്കിക്കാണുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പരാമർശം നടത്തും. അതൊന്നും ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല. ജനകീയ കോടതി ഇത്തവണ UDFനൊപ്പമാണ്. മണ്ണാർക്കാടാണ് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുന്ന മണ്ഡലം. കോങ്ങാട് ജയിക്കുന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ആ 27,000 മറികടക്കുക. അതാ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ചേ, ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി എന്താണ് അവരെ വിലയിരുത്തുന്നത്? 27,000 വോട്ടിന് ജയിച്ചൊരു മണ്ഡലത്തിൽ 2,000 വോട്ടിന് ജയിക്കുന്ന. അപ്പോൾ 25,000 വോട്ട് എവിടെ പോയി? അവർ തന്നെ സമ്മതിച്ചു 25,000 വോട്ട് ചോർന്നെന്ന്. അതുപോലെ പാലക്കാട് പിഷാരടി ജയിച്ചു. ആരാ പറഞ്ഞു? UDF കമ്മിറ്റിയോ കോൺഗ്രസ് കമ്മിറ്റിയോ അല്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ഇവിടെ പാലക്കാട് പിഷാരടി ജയിച്ചു. അവർ തീരുമാനിച്ചു. അപ്പോൾ പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് പാലക്കാട് കോൺഗ്രസും UDFും ജയിച്ചു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ആരുടെയാണ്? LDFിൻ്റെയും CPMൻ്റെയാണ്. അവരൊരു ദുര്യോഗം ആലോചിച്ചു. എന്തായാലും അതിന് പ്രത്യേകമായ നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ. എല്ലാ പാലത്തും ശക്തമായ പോരാട്ടമാണ്. ഒറ്റപ്പാലം മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ നോക്കിയോ നിങ്ങൾ. ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെട്ടി അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഒരു പ്രവാചകനല്ല, അല്ലെങ്കിൽ ഒരു ജാലവിദ്യക്കാരനല്ല. കഴിഞ്ഞ തവണത്തെക്കാളും 10,000 വോട്ട് UDFിൻ്റെ പെട്ടി വീഴും കൂടുതൽ എല്ലാ മണ്ഡലത്തിലും. നിങ്ങൾ എഴുതി വെച്ചോ. മലമ്പുഴ, തരൂർ, ആലത്തൂർ, നെമ്മാറ, ചിറ്റൂർ, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, തൃത്താല, മണ്ണാർക്കാട്, കോങ്ങാട് 12 മണ്ഡലത്തിലും വോട്ട് ഉയരും. 10,000 വോട്ട് ഉയരും. അതിൽ നിഷ്പ്രഭമാകുന്നത് ഏതൊക്കെ സീറ്റാണ് CPMൻ്റെന്ന് അവരെന്നെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചോട്ടെ. UDF അധികാരത്തിൽ എത്തിയാൽ അതിനിടയിൽ ചില മന്ത്രിമാരാകണം തന്നെ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. UDF അധികാരത്തിൽ എത്തിയ മന്ത്രിമാരുണ്ടാവണമല്ലോ. എന്തായാലും സംശയം. ചർച്ച നടക്കണമല്ലോ. അത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. മുഖ്യമന്ത്രി ആകണം, മന്ത്രിമാരാകണം. അത് ജയിക്കുന്ന മുന്നണിയല്ലേ ഇത് ചർച്ചയുള്ളൂ. മറ്റിടത്ത് വല്ല ചർച്ചയും കേട്ടാ 100-ൽ കൂടുതൽ സീറ്റ് കിട്ടുന്നതാണ് ഞങ്ങളുടെയൊക്കെ ഒരു അസസ്മെൻറ്റ്. ജനങ്ങൾ UDFനൊപ്പമാണ്. എന്തുകൊണ്ടാണ്? 10 വർഷം കൊണ്ട് പുറകോട്ടടിച്ച കേരളത്തെ നമ്മൾ മുന്നോട്ട് നയിക്കും. പുതുയുഗ പിറവിയാണ് കേരളത്തിനുണ്ടാകാൻ പോകുന്നത്. നമുക്ക് നവീനമായ പദ്ധതികളുണ്ട്. ദീർഘവീക്ഷണത്തോടെ 1 വർഷമായി ഞങ്ങളെല്ലാ മേഖലയിലും വിദഗ്ധരുമായും അതുപോലെ തന്നെ മികച്ച ആളുകളുമായിട്ടും ചർച്ച ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു അജണ്ടയുണ്ട്, വികസന അജണ്ട. അതാണ് പുതുയുഗ യാത്രയിലൂടെ കേരളം മുഴുവൻ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചത്. അതിന് വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ? സാമ്പത്തികമായി തകർന്നടിഞ്ഞ കേരളത്തെ എന്ത് മാജിക്ക് കാണിക്കുന്ന ജനങ്ങൾ ചോദിക്കുന്നത്. ക്ഷേമ പദ്ധതികൾ അട്ടിമറിച്ചു. ആരോഗ്യരംഗം വെന്റിലേറ്ററിൽ, വിദ്യാഭ്യാസം തല കുത്തനെ മറഞ്ഞു. ഇതെല്ലാം എങ്ങനെ നേരാക്കി എടുക്കും? അതിനുള്ള കൃത്യമായ അജണ്ട ജനങ്ങളിൽ പ്രകടന പത്രികയിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു വിശ്വാസ്യതയുണ്ട്. അതുകൊണ്ട് ആ വിശ്വാസ്യത മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. 100-ലധികം സീറ്റ് കിട്ടും. ഇവിടെ UDF അധികാരത്തിൽ വരും. അങ്ങനെ ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ആ സ്വപ്നമൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ. VD സതീശൻ വനവാസത്തിന് പോകാൻ, വനവാസത്തിന് വനമേഖല ഇതെല്ലാം നിർദ്ദേശിക്കുന്ന ആളുകളുണ്ട്. ഈ പാവപ്പെട്ട ഗവൺമെൻറ്, ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് AK ബാലൻ പറഞ്ഞ പോലെയോ. എന്താ AK ബാലൻ പറഞ്ഞത്? AK ബാലൻ പറഞ്ഞത് എന്താ ഒരു യാത്ര നടത്തിയല്ലോ ഒരു ബസ്സിൽ. ആ ബസ് അവസാനം എവിടെ വയ്ക്കുന്ന പറഞ്ഞത്? ഇത് കാഴ്ച ബംഗ്ലാവിൽ വെക്കുന്ന പറഞ്ഞു. അപ്പോൾ പിണറായി വിജയനും ആ മന്ത്രിസഭയും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാഴ്ച ബംഗ്ലാവിലേക്ക് അയക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടോളൂ. ആര് ചർച്ച ചെയ്യുന്നു? നിങ്ങളല്ലേ ചർച്ച ചെയ്യുന്നത്. മുഖ്യമന്ത്രി ചർച്ച ഞാൻ ചോദിക്കേണ്ടത്, മാധ്യമങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞു, പിന്നെ അടുത്ത ഒരു ചർച്ച വരണമല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി ആര്? ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആകാൻ കൂടുതൽ ആളുണ്ട്. മറ്റിടത്ത് ആ ചർച്ചയില്ലല്ലോ. മറ്റിടത്ത് അഥവാ കിട്ടിയാലും ആരും മിണ്ടാൻ കഴിയില്ലല്ലോ. ഞങ്ങളതല്ല. ഞങ്ങൾ പരസ്യമായി വളരെ വിശാലമായ ജനാധിപത്യ സംവിധാനമുള്ള പാർട്ടിയാണ്. പിന്നെ കോൺഗ്രസ് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രിയെ മുന്നിൽ കാണിച്ച് ഇലക്ഷൻ നടത്തിയിട്ടില്ല. അത് ജനങ്ങളെ വെല്ലുവിളിക്കില്ല. കാരണം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് അവരാരൊക്കെ ജയിക്കണം. ജയിച്ചവരുടെ അഭിപ്രായം കേൾക്കും. പാർട്ടി ഞങ്ങളുടെ അങ്ങനെയാണ്. ജയിച്ച MLA-മാർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. CPMലുണ്ടോ? അഭിപ്രായം പറഞ്ഞാലുള്ള സ്ഥിതി എന്താ സ്ഥിതി? അഭിപ്രായം പറഞ്ഞാൽ അതിനകത്തൊന്നും നടക്കില്ല. അപ്പോൾ കോൺഗ്രസ് സമ്പൂർണ്ണ ജനാധിപത്യം ഇപ്പോഴും തുടരുന്ന പാർട്ടിയാണ്.
എല്ലാ സ്റ്റേറ്റിലും MLA-മാരുടെ അഭിപ്രായത്തിന് മുൻഗണന കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പാർട്ടിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഹൈക്കമാൻഡ് ഉണ്ട്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും വർക്കിംഗ് കമ്മിറ്റി അംഗം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ശക്തമായ നേതൃത്വമുണ്ട്. അപ്പോൾ ജനങ്ങളുടെ പൾസ് എന്താണ്, ജനപ്രതിനിധികളായി ജയിച്ച MLA-മാരുടെ അഭിപ്രായം എന്താണ്, ഇതെല്ലാം നോക്കി സമയത്ത് ഞങ്ങളെ മുഖ്യമന്ത്രി വരും. ഒരു ബേജാറ് നിങ്ങൾക്ക് ആർക്കും വേണ്ട, UDF-ന്റെ മുഖ്യമന്ത്രിയെ വരികയുള്ളൂ. നിങ്ങളുടെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ നേതാക്കളോട് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് ഇത്തരത്തിലുള്ള ചർച്ചകൾ, അല്ലാതെ മാധ്യമങ്ങൾ. അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം. നിങ്ങൾ അതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ചർച്ച വരുത്തുന്നത് നിങ്ങളുടെ ഉദ്ദേശം. പക്ഷെ നിങ്ങൾ നന്നായി നടത്തിക്കോ. തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ നടത്തണമല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ നയവും നടപടികളും ഇങ്ങനെയാണ്. നിങ്ങൾ പരിശോധിച്ചോ. എല്ലാ കാലത്തും MLA-മാരുടെ അഭിപ്രായം ചോദിക്കും, എന്നിട്ട് പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിലെല്ലാ പരിഗണന ഉണ്ടാവും. കേരളത്തിൻ്റെ മനസ്സെന്താണെന്ന് അറിയാനുള്ള കഴിവ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തീരുമാനം വരും. എന്തായാലും ഒരു ആശങ്കയും വേണ്ട. UDF-ന്റെ മുഖ്യമന്ത്രി ആയിരിക്കും, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കും ഈ 4-ാം തീയതി കഴിഞ്ഞാൽ കേരളത്തിൽ വരിക. പിന്നെ എനിക്ക് എല്ലാവരും താല്പര്യമല്ലേ, കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വരണം എന്നാണ് എൻ്റെ താല്പര്യം. അത് പാർട്ടി ആരെ തീരുമാനിക്കുക, MPക്ക് എന്താ പ്രത്യേകത ഉണ്ട്? ഒരു പ്രത്യേകതയില്ല. ആരെ ആക്കിയാലും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാർ, ഞാൻ ഉൾപ്പെടെ, ഒരാൾ പോലും അപശബ്ദം ഉണ്ടാകാതെ അതിനെ പിന്തുണയ്ക്കും. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മാസങ്ങൾക്ക് മുമ്പേ മണ്ണാർക്കാട് വന്ന് MP പറഞ്ഞൊരു കാര്യമാണ്, മണ്ണാർക്കാട് MLA ഷംസുദ്ദീൻ അടുത്ത ദിവസം ഒരു മന്ത്രി ആവണമെന്ന് മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞു. അത് യാഥാർത്ഥ്യം, അതെനിക്കൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത ഉണ്ട്. തീരുമാനിക്കേണ്ടത് മുസ്ലിം ലീഗാണ്. എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞുള്ളൂ, ഞാനല്ലല്ലോ അന്തിമമായി തീരുമാനിക്കും. ഷംസുദ്ദീനെ പോലെ 15 വർഷക്കാലം നല്ല രീതിയിൽ മാതൃകാപരമായി വിദ്യാഭ്യാസ മണ്ഡലത്തെ, ആരോഗ്യ മണ്ഡലത്തെ, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൃത്യമായി നോക്കി അതിനുവേണ്ടി പ്രവർത്തിച്ച് വലിയ മുന്നേറ്റം നടത്തിയ ആളാണ് ശ്രീ ഷംസുദ്ദീൻ. UDF-ന്റെ ഒരു മണ്ഡലമാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെക്കാളും ഇരട്ടി ഭൂരിപക്ഷം കിട്ടണമെന്നും, കിട്ടിക്കഴിഞ്ഞ് MLA ആയിക്കഴിഞ്ഞാൽ പാർട്ടി നേതൃത്വം ആലോചിച്ച് അദ്ദേഹത്തെ മന്ത്രി പദവിയിൽ എത്തിക്കണം എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞുള്ളൂ. അപ്പം അത് നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ വിലയിരുത്തൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇത്തവണ അങ്ങനെ ഒരു ശക്തമായ മത്സരം ഉണ്ടായിട്ടില്ല. മത്സരമുണ്ട്, മത്സരമായിട്ട് കാണണം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, സമീപകാലത്ത് ഉണ്ടായതിന് ശേഷം ഇപ്പം അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വലിയൊരു മുന്നേറ്റം UDF-ന് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. അത് പല ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. വികസനമാണ് മുഖ്യ അജണ്ടയായിട്ട് ഇവിടെ ചർച്ച ചെയ്തത്. അതിൽ ഷംസുദ്ദീൻ 1-ാം സ്ഥാനത്താണ്. മറ്റുള്ളവർക്കൊന്നും അതിൽ റോളില്ല. അപ്പോൾ ഷംസുദ്ദീൻ്റെ വികസന പ്രവർത്തനം, UDF-ന്റെ കെട്ടുറപ്പ്, അത് ഭൂരിപക്ഷം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണത്തെക്കാളും ഇരട്ടി ഭൂരിപക്ഷം മണ്ണാർക്കാട് UDF-നുണ്ടാവും. ഷംസുദ്ദീൻ അപ്പം വിജയിച്ച് മന്ത്രിയാവണം എന്ന് തന്നെയാണ് ഇപ്പോഴും MP ആകുന്നത്. അല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ജയിക്കുന്നവരെ ആരൊക്കെ മന്ത്രിയാക്കണം. ഇതൊരു മുന്നണി സംവിധാനം. കോൺഗ്രസ്സിലാണെങ്കിലും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തീരുമാനം. ഞാൻ പറഞ്ഞു, നല്ലൊരു ജനപ്രതിയാണ്, മന്ത്രിയായാൽ യോഗ്യതയുള്ള ആളാണ്, ആയി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതെല്ലാം നല്ല പൊതുപ്രവർത്തകരുടെയും നല്ല വശങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്ന ആളാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കാറില്ല. രാഷ്ട്രീയ എതിരാളികളോട് പോലും വളരെ സൗഹൃദമുള്ള ആളാണ്. അതുകൊണ്ട് അത്തരത്തിൽ നല്ല ആളുകൾ സമൂഹത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശമുള്ളത്. സതുദ്ദേശപരമാണ്, തെറ്റായിട്ടൊന്നും എടുക്കണ്ട. അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. മെയ് 4-ാം തീയതി റിസൾട്ട് വന്ന 24 മണിക്കൂറിനകം അംഗങ്ങളെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് UDF-ന്റെ യോഗം ഉണ്ടാവും, കോൺഗ്രസിൻ്റെ യോഗം ഉണ്ടാവും. അതത് പാർട്ടിയിലെ MLA-മാരായി ജയിച്ചവരുടെ അഭിപ്രായം തോടും. പിന്നെ അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. അതായത് ഒറ്റയ്ക്ക് ഏകപക്ഷീയമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന പാർട്ടിയല്ല ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസിന് KPCC നേതൃത്വമുണ്ട്, AICC നേതൃത്വമുണ്ട്, അതിന് ചില സമിതികളുണ്ട്. അതിൽ മുഖ്യ റോള് വഹിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ആ സമിതിയൊക്കെ കൂടി തീരുമാനിക്കും. എല്ലാവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്ത് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടാണ് ആലോചിച്ച് തീരുമാനമെടുക്കുന്നത്. ഒരു തർക്കം ഉണ്ടാവില്ല, ഒരു സാധ്യത അതിനില്ല. PK ശശി UDF-ന്റെ സ്വതന്ത്രനാണ്. അത് ജയിക്കട്ടെ. ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പറയാമല്ലോ, ആദ്യ ഘട്ടത്തിൽ നിന്നും 2-ാം ഘട്ടത്തിലേക്ക് കുറച്ചും കൂടി ഊർജ്ജസ്വലായി 3-ാം ഘട്ടത്തുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ് ഒറ്റപ്പാലം. അതുകൊണ്ട് ഞങ്ങൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. ജയിച്ചാൽ പരിഗണന കൊടുക്കുമോ? ആ മുന്നണിക്ക് പരിഗണന കൊടുക്കുമോ? ജയിച്ച MLA ആവുമല്ലോ, അതെന്നെ മുഖ്യ പരിഗണനയല്ലേ. അദ്ദേഹം UDF-ൽ വന്ന് UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ബാക്കി കാര്യമൊക്കെ ആലോചിക്കുന്നത് ഞാനല്ലല്ലോ, എൻ്റെ നിർദ്ദേശമല്ലല്ലോ. ജില്ലയിൽ അതുണ്ടാവുമല്ലോ. പിന്നെ ജില്ലയിൽ പലയിടത്തും CPM-നുള്ള അസ്വസ്ഥത പുകഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ തന്നെയല്ലേ റിപ്പോർട്ട് ചെയ്തത്. എത്ര പേര് രാജിവെച്ചു, എത്ര പേര് വിട്ടു നിൽക്കുന്നു, എത്ര പേര് പ്രവർത്തനത്തിനുണ്ടായിട്ടില്ല.
അവർക്കൊക്കെ മനമടുപ്പായി ഈ പാർട്ടി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരാരും ഈ മുതലാളിത്തത്തിൻ്റെ പിറകെ പോകാനുള്ള സാധ്യതയില്ല. പാവങ്ങൾ, നിരപരാധികൾ, അറിയാത്ത ആളുകൾ വോട്ട് ചെയ്താണ് ഇപ്പോൾ കിട്ടുന്ന വോട്ട്. അല്ലാതെ ബുദ്ധിയും വിവരമുള്ള ആളുകൾ നല്ല ചിന്തിച്ച് ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തിരിച്ചടി അപാരമായിരിക്കും. അതിൻ്റെ കണക്ക് കൂട്ടാൻ അല്പസമയം എടുക്കും CPM-ന്.